നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡി വീണ്ടും വിശദമായ പരിശോധനയ്ക്ക്. ബാങ്ക് പരിധി പുറത്തുള്ളവർ എടുത്ത ലോണിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ചു. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പെൻസിൽ ഡ്രോയിങ്ങിൽ 1ാം സ്ഥാനവും എ ഗ്രേഡും നേടിയ CS ശ്രീധുവിനെ ഡിവൈഎഫ്ഐ അമ്മാടം മേഖലാ കമ്മിറ്റി ആദരിച്ചു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി OS വിഷ്ണു ഉപഹാരം കൈമാറി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. മഹാത്മാ മൈതാനത്ത് നടന്ന ധർണ KSSPU ജില്ലാ കമ്മിറ്റി അംഗം ദാക്ഷായണി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ വിശദമായ പരിശോധനയ്ക്കായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും കരുവന്നൂർ ബാങ്കിൽ പരിശോധനയ്ക്കായി എത്തി. ചൊവ്വാഴ്ച രാവിലെയാണ് ബാങ്കിൽ ED അധികൃതർ എത്തിയത്. ബാങ്ക് പരിധിക്ക് പുറത്തുള്ളവർ എടുത്ത ലോണിന്റെ വിശദാംശങ്ങൾ ED ശേഖരിച്ചു. അനധികൃത വായ്പയെടുത്തവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനും നീക്കം നടക്കുന്നുണ്ട്. അതിനു മുന്നോടിയായി ബാങ്കിലെത്തി മേൽവിലാസം ശേഖരിച്ചു. കരുവന്നൂർ ബാങ്കിന്റെ അധികാരപരിധിക്ക് പുറത്തുള്ള നിരവധി പേർക്ക് തട്ടിപ്പ് നടന്ന കാലത്ത് വായ്പ അനുവദിച്ചിരുന്നു. എടുത്ത വായ്പയ്ക്കുള്ള മൂല്യം ഭൂമിക്കില്ലെന്ന വിവിധ ഏജൻസികൾ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. കരുവന്നൂർ കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകിയ കോടതി ഉത്തരവിലെ പരാമർശങ്ങൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് EDയുടെ തീരുമാനം. ജാമ്യ ഉത്തരവിലെ ചില പരാമർശങ്ങൾ നീക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെടും. പ്രതികൾ കുറ്റം ചെയ്തതായി കരുതാൻ കാരണമില്ലെന്ന ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് EDക്ക് അതൃപ്തി. ഹൈക്കോടതി ഉത്തരവിലെ പരാമർശം കേസിന്റെ വിചാരണയടക്കം ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ജാമ്യം നൽകിയതിനെതിരെ അപ്പീൽ നൽകാൻ ആലോചനയില്ല. CPM നേതാവും വടക്കാഞ്ചേരി നഗരസഭാ അംഗവുമായ PR അരവിന്ദാക്ഷൻ, ബാങ്കിലെ മുൻ അക്കൗണ്ടന്റ് CK ജിൽസ് എന്നിവർക്ക് ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ പരാമർശമുള്ളത്. പ്രതികൾ കുറ്റം ചെയ്തതായി കരുതാൻ കാരണമില്ലെന്ന നിരീക്ഷണമാണ് ഉത്തരവിന്റെ ഭാഗമാക്കിയത്. ഇതിനെതിരെയാണ് ED സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഈ പരാമർശം ഉത്തരവിൽ നിന്ന് നീക്കിയില്ലെങ്കിൽ കീഴ്ക്കോടതിയിലെ വിചാരണയടക്കം ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ജാമ്യം നൽകാനുള്ള കാരണങ്ങൾക്കും അപ്പുറത്ത് വിചാരണ ഇതേവരെ തുടങ്ങിയിട്ടില്ലാത്ത കേസിലേക്ക് കടന്ന് കോടതി പരാമർശം നടത്തിയെന്നാണ് ED ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത് വിചാരണയിലടക്കം തെറ്റായ മുൻധാരണകൾ ഉണ്ടാക്കാനിടയാക്കും. പരാമർശം നീക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കുമെങ്കിലും പ്രതികൾക്ക് ജാമ്യം നൽകിയതിനെതിരെ അപ്പീൽ നൽകേണ്ടതില്ല എന്നാണ് നിലവിലെ ധാരണ. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പെൻസിൽ ഡ്രോയിങ്ങിൽ 1ാം സ്ഥാനവും എ ഗ്രേഡും നേടിയ CS ശ്രീധുവിനെ ഡിവൈഎഫ്ഐ അമ്മാടം മേഖലാ കമ്മിറ്റി ആദരിച്ചു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി OS വിഷ്ണു ഉപഹാരം കൈമാറി. മേഖലാ പ്രസിഡന്റ് ER ജീഷ് രാജ്, ട്രഷറർ PS സഞ്ജയ്, ബ്ലോക്ക് കമ്മിറ്റി അംഗം ഷഹുൽ ഹരി, ശ്യാം സത്യൻ, MS നിസീഷ്, PS അശ്വിൻ എന്നിവർ പങ്കെടുത്തു. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ശ്രീധു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. ചേർപ്പ് മിനിൽ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചിന് ശേഷം മഹാത്മാ മൈതാനത്ത് നടന്ന ധർണ KSSPU ജില്ലാ കമ്മിറ്റി അംഗം ദാക്ഷായണി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് മേഴ്സി പോൾ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ ഔസിഫ് കോടന്നൂർ, ഗോപിനാഥൻ, രാമൻകുട്ടി മേനോൻ, ജില്ലാ കമ്മിറ്റി അംഗം NR കാളിക്കുട്ടി, ബ്ലോക്ക് സെക്രട്ടറി KS മോഹനൻ, വൈസ് പ്രസിഡന്റ് മുരളീധരൻ, വനിതാവേദി കൺവീനർ KK അംബിക എന്നിവർ സംസാരിച്ചു. ചാഴൂർ കോവിലകം പടവിലെ കർഷകർ ചാഴൂർ കൃഷിഭവൻ ഓഫീസ് ഉപരോധിച്ചു. പാടത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കി കൃഷി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ കൃഷിയിറക്കിയ 450 ഏക്കർ വരുന്ന പടവിൽ വെള്ളം നിറഞ്ഞ നെൽച്ചെടികൾ വെള്ളത്തിനടിയിലായിരുന്നു. 9 ദിവസം കഴിഞ്ഞിട്ടും വെള്ളം വറ്റിച്ച് കൃഷി സംരക്ഷിക്കാനായില്ല. കഴിഞ്ഞ ദിവസം പാടശേഖര സമിതി ഭാരവാഹികൾ ADAയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ 500 തറയിലെ മോട്ടോർ പമ്പ് പ്രവർത്തിപ്പിച്ച് വെള്ളം വറ്റിക്കാൻ തീരുമാനമുണ്ടാക്കിയിരുന്നു. എന്നാൽ അത് നടപ്പാക്കിയില്ല. നേരത്തെ അന്തിക്കാട് പടവിന് കീഴിലായിരുന്ന ഈ കൃഷിയിടങ്ങൾ ഇപ്പോൾ വേറിട്ട് സ്വതന്ത്രമായി കോവിലകം പാടശേഖര സമിതി എന്ന നിലയിൽ പുതിയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കുകയാണ്. ഇക്കാര്യത്തിലുള്ള തർക്കം നിലനിൽക്കുന്നതിനാലാണ് യഥാസമയം വെള്ളം വറ്റിക്കാൻ കഴിയാത്തതെന്നാണ് കർഷകരുടെ ആരോപണം.
ഈ സ്ഥലമാണ് ഞങ്ങൾ പറയുന്നത്. ചാഴൂർ പഞ്ചായത്തിന്റെ കീഴിൽ, ചാഴൂർ വില്ലേജിന്റെ കീഴിലുള്ള കൃഷിസ്ഥലം. ഈ കൃഷിസ്ഥലത്താണ് ഞങ്ങളുടെ കൃഷി. മറ്റു നിങ്ങൾ തീരുമാനമാക്കിയല്ലോ, അത് ഞങ്ങൾ തീരുമാനം പറഞ്ഞല്ലോ. അവിടെ കൊടുക്കണ ആ കംപ്ലീറ്റ്, അവിടെ കൊടുക്കണ ആ പൈസ, ഇഞ്ചൻ കൂലി മറ്റൊന്നും നമ്മൾ തിരിച്ചടയ്ക്കാന്ന് പറഞ്ഞല്ലോ, അഗ്രിമെന്റ് ആണെന്നില്ലേ. പിന്നെന്താ അത് അടിക്കുന്നോട് കുഴപ്പം? അവിടെ അതാണ് ഞങ്ങളുടെ മെയിൻ പ്രശ്നം. ഇപ്പോൾ വിതച്ചതും ഞാറിട്ടത് മുഴുവൻ പോയി. ഒരാഴ്ചയിൽ മേലെ ഇപ്പോൾ വെള്ളം നിൽക്കുന്നു. എന്നിട്ട് 9 ദിവസമായി മഴ പെയ്തിട്ട് ഒരു തുള്ളി വെള്ളം നമ്മുടെ ഇറങ്ങിയിട്ടില്ല. അവരൊക്കെ നന്നായി ഇതേപ്പോൾ പണിയല്ല, നല്ലോണം നെല്ല് ഉയരത്തിലായി നന്നായി വന്നു തുടങ്ങി. കൃഷിഭവൻ ഉപരോധിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് കൃഷി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ചൊവ്വാഴ്ച രാവിലെ വിവിധ പടവ് ഭാരവാഹികളുടെയും കൃഷി ഉദ്യോഗസ്ഥരുടെയും കർഷകരുടെയും സംയുക്ത യോഗം ചേർന്ന് പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. കർഷകരായ TB വിനോദ്, ബിന്ദു പ്രേമൻ, KD കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾക്കിടെ തൃശൂരിൽ പ്രതിഷേധം ശക്തം. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഉപവാസ സമരവുമായി പൂരപ്രേമി സംഘം. മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം ആരംഭിച്ചു. പൂരങ്ങൾ, ഉത്സവാഘോഷങ്ങൾ സംരക്ഷിക്കുക, വെടിക്കെട്ട് നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക, കേരളീയ പാരമ്പര്യം നിലനിർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസം. കഴിഞ്ഞ ദിവസം തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ വിവിധ ക്ഷേത്ര കമ്മിറ്റികളുടെയും ഉത്സവാഘോഷ കമ്മിറ്റികളെയും ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ച തൃശൂരിൽ ആചാര സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചിരുന്നു. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക പൂരവും നടത്തി. ഇതിനു തുടർച്ചയായാണ് പൂരപ്രേമി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ കോർപ്പറേഷന് മുന്നിൽ ഉപവാസം സംഘടിപ്പിച്ചിട്ടുള്ളത്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ഉപവാസം വൈകിട്ട് 5 വരെ നീളും. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മാർഗനിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട പൂരപ്രേമി സംഘത്തിന്റെയും ഉത്സവാഘോഷ കമ്മിറ്റികളുടെയും ഭാരവാഹികൾ ചേർന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് പരാതിയും നൽകിയിട്ടുണ്ട്. ഇനി ഒരിടവേള. വാർത്തകൾ തുടരുന്നു. ആമ്പല്ലൂരിൽ നടക്കുന്ന SYS പ്ലാറ്റിനം ഇയർ സമാപന സമ്മേളനമായ കേരള യുവജന സമ്മേളനത്തിന്റെ പന്തൽക്കാൽ നാട്ടി. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. SYS സംസ്ഥാന പ്രസിഡന്റ് ത്വാഹ സഖാഫി അധ്യക്ഷത വഹിച്ചു. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം അസ്ഹരി, സമസ്ത കേന്ദ്ര മുഷാവറ അംഗങ്ങളായ PSK മൊയ്തു ബാഖവി, IMK ഫൈസി, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, മജീദ് കക്കാട്, CP സൈദലവി മാസ്റ്റർ ചെങ്ങര എന്നിവർ സംസാരിച്ചു. സമസ്ത വൈസ് പ്രസിഡന്റ് അലി ബാഫക്കി തങ്ങൾ നേതൃത്വം നൽകി. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ സ്പോർട്സ് മീറ്റ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ജോയ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ സ്പോർട്സ് പരിപാടികളെ സമന്വയിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ഒരുക്കിയ പ്രിയദർശിനി ശ്രദ്ധേയമായി. മാനേജർ C രാഗേഷ്, വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ മോഹനൻ വടക്കേടത്ത്, സമിതി ജോയിന്റ് സെക്രട്ടറി K രവീന്ദ്രൻ, KR പ്രകാശൻ എന്നിവർ പങ്കെടുത്തു. 62ാമത് നാഷണൽ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരള കേഡറ്റ് ഗേൾസ് വിഭാഗം 3ാം സ്ഥാനം കരസ്ഥമാക്കിയ സ്കൂളിലെ വിദ്യാർത്ഥിനി KR വേദയെ അനുമോദിച്ചു. പ്രവാസി കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ പെരിങ്ങോട്ടുകര വൈദ്യുതി ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ മാർച്ചും ചൂട്ടുകത്തിക്കൽ സമരവും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് VK സുശീലൻ ഉദ്ഘാടനം ചെയ്തു. ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പകൽക്കൊള്ള നടത്തുന്ന ഒരു ബോർഡായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അടിക്കടി ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പേരിന് വേണ്ടി മാത്രം ഒരു റെഗുലേറ്ററി കമ്മീഷനെ നിയമിച്ച് ഇത് പഠിക്കുന്നതിനും അഭിപ്രായങ്ങൾ ആരായുന്നതിനും വേണ്ടി നിയോഗിച്ചു. എങ്കിലും എന്താണ് ബോർഡ് പറയുന്നത് അത് അതേപടി സ്വീകരിച്ചുകൊണ്ടാണ് റെഗുലേറ്ററി കമ്മീഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് കറണ്ട് ചാർജ് വർധന. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഈ സർക്കാർ വർദ്ധിപ്പിക്കുന്നത്?
നമുക്കറിയാം നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് ലൂയിസ് താണിക്കൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് ട്രഷറർ VK പ്രദീപ്, വൈസ് പ്രസിഡന്റ് ആന്റോ തുറയിൻ, പ്രവാസി കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി നിസാർ കുമ്മംകണ്ടത്ത്, ട്രഷറർ വില്ലി പട്ടത്താനം, സംസ്ഥാന സെക്രട്ടറി മുനീർ എടശ്ശേരി, ജില്ലാ ട്രഷറർ EM ബഷീർ, സെക്രട്ടറി ബാബു കുന്നുമൽ, ബ്ലോക്ക് പ്രസിഡന്റ് വാസൻ ആന്തുപറമ്പിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TU സുഭാഷ് ചന്ദ്രൻ, സെക്രട്ടറി വാസൻ കോഴിപ്പറമ്പിൽ, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി MB സജീവ് എന്നിവർ സംസാരിച്ചു. പോൾ പുലിക്കോട്ടിൽ, റഷീദ് താന്നിയം, ഉക്രു പുലിക്കോട്ടിൽ, സിദ്ദിഖ് കൊളത്തേക്കാട്, റിജു കണക്കന്തറ, തോമസ് പ്രമോദ് കണിമംഗലത്ത്, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. പതിനാറാമത് ഈശ ഗ്രാമോത്സവം 2024 ഡിവിഷണൽ മത്സരങ്ങൾ പേരാമംഗലം ശ്രീദുർഗ വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഹരി P പ്രഭാകർ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം വിജീഷ് വിജയൻ, സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ NR ബാബുരാജൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗം CV കുര്യാക്കോസ്, ഈശ ഫൗണ്ടേഷൻ പ്രതിനിധി കീർത്തൻ, പ്രോഗ്രാം കോർഡിനേറ്റർ അനു പുതുമന, സ്വാമി കേദാര, സ്വാമി കൈലാസ എന്നിവർ പങ്കെടുത്തു. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ നടന്ന ക്ലസ്റ്റർ മത്സരങ്ങളിലെ വിജയികളായ 10 വോളിബോൾ ടീമുകൾ ഡിവിഷൻ മത്സരത്തിൽ പങ്കെടുത്തു. സാംസ്കാരിക ആഘോഷത്തിന്റെ ഭാഗമായി ചെണ്ടമേളവും നൃത്ത പരിപാടികളും ഫൺ ഗെയിംസും ഉണ്ടായിരുന്നു. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക ഡിസംബർ 13 ആഘോഷിക്കും. രാവിലെ ഉദയാസ്തമന പൂജയ്ക്ക് തന്ത്രി KP കൃഷ്ണൻ ഭട്ടത്തിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 6 നിറമാല, 7 എഴുന്നള്ളിപ്പ്, പെരുവനം കുട്ടന്മാരുടെയും സംഘത്തിന്റെയും നേതൃത്വത്തിൽ പഞ്ചാരി മേളം എന്നിവ നടക്കും. അടുപ്പിൽ പാചകം ചെയ്യുന്നതിനിടയിൽ തീ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. എട്ടുമന പാലയ്ക്കപ്പറമ്പിൽ ജോഷി ഭാര്യ 63 വയസ്സുള്ള ഗീതയാണ് മരിച്ചത്. തിങ്കളാഴ്ച തീ പൊള്ളലേറ്റ് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇവർ ഇന്നലെയാണ് മരിച്ചത്. സംസ്കാരം നടത്തി. മക്കൾ ജയിനി, ജയശ്രീ, മരുമക്കൾ പ്രിൻസ്, മനോജ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7205 രൂപ, പവന് 57,640 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED വീണ്ടും വിശദമായ പരിശോധനയ്ക്ക്. ബാങ്ക് പരിധി പുറത്തുള്ളവർ എടുത്ത ലോണിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ചു. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പെൻസിൽ ഡ്രോയിങ്ങിൽ 1ാം സ്ഥാനവും A ഗ്രേഡും നേടിയ CS ശ്രീധുവിനെ DYFI അമ്മാടം മേഖലാ കമ്മിറ്റി ആദരിച്ചു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി OS വിഷ്ണു ഉപഹാരം കൈമാറി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. മഹാത്മാ മൈതാനത്ത് നടന്ന ധർണ KSSPU ജില്ലാ കമ്മിറ്റി അംഗം ദാക്ഷായണി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.